ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഓൺ പേജ് എസ് ആണ്. ഇനി നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണോ വർക്ക് ആവുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഒരു വെബ്സൈറ്റ് ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓൺ പേജ് എസ് സിഒയും അതിൻ്റെ പെർഫോമൻസും എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നറിയാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ. സോ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് റീലോഡ് ചെയ്തു. ഞാൻ ഇൻസ്പെക്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എന്ന് പറയുന്ന മെനു എടുക്കുക. ഇൻസ്പെക്ട് എന്ന് പറയുന്ന മെനു എടുത്തിട്ട് നമ്മൾ ഇതിന് റീഫ്രഷ് ചെയ്യും. റീഫ്രഷ് ചെയ്തിട്ട് ഈ മേലെ കണ്ടോ എലമെൻറ്റ്സ് കൺസോൾസ് നമുക്ക് കൊണ്ട് എടുക്കുന്നുണ്ടോ, നെറ്റ്വർക്ക് നമുക്ക് കൊണ്ട് എടുക്കുന്നുണ്ട്. മൂന്ന് ഏരോയിൽ അമർത്തിയിട്ട് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് ഗൂഗിളിൻ്റെ. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതിലാണ് എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. എനിക്കിതിൻ്റെ നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ടൈം സ്പാൻ സ്നാപ്ഷോട്ട് കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മോഡാണ്. അതുപോലെ ഡിവൈസ് മൊബൈലാണോ ഡെസ്ക്ടോപ്പാണോ, ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള ഡെസ്ക്ടോപ്പ് മൊബൈലിലാണ്. സോ നമ്മൾ മൊബൈൽ ആദ്യം എടുത്തു. ഈവൻ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാം. എന്തൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം: പെർഫോമൻസ്, ആക്സസിബിലിറ്റി, ബെസ്റ്റ് പ്രാക്ടീസ്, SEO. സോ ഞാനതിനെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ അനലൈസ് പേജിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മുടെ സൈറ്റിനെ മോണിറ്റർ ചെയ്തിട്ട്, ഇപ്പോൾ കണ്ടോ സൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്രഷ് ചെയ്യുന്നുണ്ട്. മോണിറ്റർ ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കിട്ടും ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, ഇനി എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് കിട്ടാനാണ് നമ്മൾ ഈ ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു ക്ലയൻറ്റിനെ ആദ്യമായിട്ട് കിട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സിൽ ജോലിക്ക് കയറുകയാണെങ്കിലും ആദ്യം നമ്മുടെ എക്സിസ്റ്റിംഗ് ആയി കിട്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ സിറ്റുവേഷൻ, കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മൾ അറിയണം. അറിയാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസിൽ കയറിയിട്ട് റിപ്പോർട്ട് എടുക്കലാണ്. ഇതുപോലെ കുറേ SEO റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ മാക്സിമം അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലൈറ്റ് ഹൗസിൻ്റെ. അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയിട്ടൊന്നും കൊടുക്കാണ്ട് എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നോക്കിയേ, ഇതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ 100% SEO ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. കാരണം നമ്മൾ SEOക്ക് വേണ്ട എല്ലാ നെസസിറ്റീസും അവിടെ കൊടുത്തു. ഇതാണ് പറഞ്ഞത്. ആദ്യത്തെ ക്ലാസ് തൊട്ട് ഈ ക്ലാസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ടാണ് നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ 100 എന്ന് പറയുന്ന സ്കോർ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ ബെസ്റ്റ് പ്രാക്ടീസും നമുക്ക് സ്കോർ ചെയ്യാം. ഈ 96 എന്ന് പറയുന്നത് ഉള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഒരു 4% പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതെവിടെ കൊടുത്തിട്ടുണ്ടാവും. ലോ കൺസോൾ ഇൻഡിക്കേറ്റ് വേരിയസ് പ്രോബ്ലംസ്. ദേ ക്യാൻ ബി നെറ്റ്വർക്ക് ഫെയിലിയർ ഓർ അതർ ബ്രൗസർ കൺസോൾ. അതായത് ഈ സംഭവം 100 ആവും. ഈ ഒരു ബ്രൗസറിൽ നമ്മൾ മൾട്ടിപ്പിൾ ടൈം ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അതിനെ കാണിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ഫോം ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇഗ്നോറിലോ അല്ലെങ്കിൽ വേറൊരു ബ്രൗസറിലോ കയറിയിട്ടാണ് തപ്പാൻ. ആദ്യമായിട്ട് നമ്മളിത് കയറുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ക്യാഷ് കളഞ്ഞിട്ട് തപ്പുകയാണെങ്കിലും നമുക്ക് നല്ല കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും. പക്ഷേ SEO എപ്പോഴും സെയിം ആയിട്ടാണ് കിടക്കേണ്ടത്. ഓക്കെ. പിന്നെ ഹെഡ്ലൈൻ എലമെൻറ്റ്, ഇവിടെ വീഡിയോ എലമെൻറ്റിൽ ക്യാപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ഓൾറെഡി ഇതൊരു ഓഡിയോ മാത്രമുള്ളൊരു വീഡിയോ ആണ്. ഓഡിയോ മീൻസ് BGM മാത്രമുള്ളൊരു വീഡിയോ ആണ്. അല്ലാണ്ട് ഇതിലാരും സംസാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കേസുകൾ മാത്രമാണ് ഇത് ആവശ്യമുള്ളൂ. സോ ഇതൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കേസാണ്. പിന്നെ നോക്കിയേ, H5 H6 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഫോളിങ് എലമെൻറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എവിടെയോ ഞാൻ H5ഉം H6നും വോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലാസ്സിലും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആ ലൈനിലും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഫൂട്ടർ ലിങ്കിൽ ഡെക്കറേഷൻ നോൺ ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം അത് ലിങ്ക് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ഒരു കേസ് എന്ന് പറയുന്നത് അക്സസിബിലിറ്റി ടെസ്റ്റിലായിരിക്കും ഉണ്ടാവുക. ഇത് കണ്ടോ, അക്സസിബിലിറ്റി ടെസ്റ്റിലാണുള്ളത്. അക്സസിബിലിറ്റി ടെസ്റ്റ് 100 കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് വൈറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് പേജിൽ നോർമൽ ആയിട്ടുള്ള ബ്ലാക്ക് കൊണ്ട് കണ്ടൻസ് എഴുതിയിട്ട് ലിങ്കിന് എല്ലാത്തിനും അണ്ടർലൈൻ വരച്ച് എഴുതുന്നൊരു സിസ്റ്റം ഫോളോ അപ്പ് ചെയ്താലാണ്. പക്ഷെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമ്മുടെ സൈറ്റിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഇല്ലാണ്ടാവും. സോ ആ ലുക്ക് ആൻഡ് ഫീൽ നിലനിർത്തിയിട്ട് നമ്മൾ ഇതിനെ ചെയ്യുമ്പോഴാണ് നല്ലൊരു അക്സസിബിലിറ്റിയുള്ള സൈറ്റായി മാറുന്നത്. 50 എന്ന് പറയുന്ന സ്കോറിന് മേലേക്കുള്ള എല്ലാ സൈറ്റുകളും നല്ല അക്സസിബിലിറ്റിയുടെ സൈറ്റാണ്. ഡിപ്പെൻസ് അപ്പോൺ ഡിസൈൻ ഇത് മാറും. ഇവർ സജസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മര്യാദയ്ക്ക് ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അക്സസിബിലിറ്റി 100 ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പെർഫോമൻസും നമുക്ക് കൂട്ടാൻ പറ്റും. ഈ പെർഫോമൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലോക്കിംഗ് ടൈമാണ്. അതെൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമേജിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി കുറച്ച് കഴിഞ്ഞാൽ ഈ അക്സസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആവും. കാരണം കൂടുതൽ ഇമേജിൻ്റെ സൈസ് കൂടുമ്പോൾ ലോഡ് ചെയ്യാനുള്ള ടൈം കൂടും. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു ക്രൈറ്റീരിയ പറയുന്നത്. അങ്ങനെ റെൻഡറിങ് ബ്ലോക്കിംഗ് റിക്വസ്റ്റ്, ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള 2 സ്ക്രിപ്റ്റാണ് ഇതിൽ ബ്ലോക്ക് ആവുന്നത്. ഒന്നും ഗൂഗിളിൻ്റെ ഫോണ്ട് ഇന്റർ എന്ന് പറയുന്ന ഒരു ഫാമിലി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതും
ഒരു പ്രോബ്ലമാണ്. പിന്നെ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കോൺഫിറ്റ് ആവുന്നുണ്ട്. ഇത് നോർമലായിട്ട് എല്ലാ വെബ്സൈറ്റിലും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ്. വെബ്സൈറ്റിനേക്കാൾ കൂടുതൽ ബ്രൗസറിലാണ് ഈ സാധനം എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു വേറൊരു ബ്രൗസറിൽ യൂസ് തപ്പുകയാണെങ്കിൽ ഈ റേറ്റിംഗ്സ് മാറാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എഫിഷ്യൻറ്റ് ക്യാഷ് ലൈഫ്. ഇതിൽ നമ്മൾ കണ്ടോ, ഈ ഫോട്ടോസിന് എല്ലാത്തിനും നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല, അതായത് CDN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ക്യാഷ് കിറ്റിൽ കണ്ടോ 7 ദിവസമാണ് എടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ബാക്ക് എൻഡിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ലെയർ ഷിഫ്റ്റ്, അതായത് ഡെസ്ക്ടോപ്പിൽ കാണുന്ന പോലെ തന്നെയാണോ ഫോണിൽ കാണുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് സെക്ഷനിൽ BG എന്ന് പറയുന്നത് ലൈറ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ ഇവർ പറയുന്ന ഒരു പ്രോബ്ലം. ഇത് ഏത് ലൈനിലാണ് ഉള്ളതെന്ന് നോക്കിയോ കേട്ടോ. കണ്ടോ, ഈ ഒരു ഇതിൽ ഞാൻ BG ലൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, മറ്റേ ഡാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. കാരണം ഡാർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫ്ലെച്ചിൽ കാണുമ്പോൾ അതൊരു അലൈൻമെന്റിൽ ഫിറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. ഇത് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടല്ല എടുക്കുന്നത്, ഇത് ടോപ്പ് ഡൗൺ ആയിട്ടല്ല എടുക്കുന്നത്. ആ ഒരു റീസണാണ് അതിന് കാരണം. നമ്മൾ ഒരേപോലെ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ചേർന്നിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫോഴ്സ് റീഫ്ലോ എന്ന് പറയുന്നത് ടോപ്പ് ഫംഗ്ഷൻ റീകോൾ എന്ന് പറയുന്നതാണ് ഇതിൽ ഇഷ്യൂ ആയിട്ട് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു G ടാഗ് ആണ്. G എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഗൂഗിളിൻ്റെ അനലിറ്റിക്സിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള, ഗൂഗിളിൻ്റെ ടാഗ് മാനേജർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടാഗ്. എന്ന് പറയുന്ന ഒരു ടാഗാണ് ഇവിടെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ചെയ്താലാണല്ലോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇൻട്രാക്ഷൻസ് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എറർ കാണിക്കുന്നത്. അത് നമ്മുടെ സൈഡിൽ നിന്നുള്ള എറർ ആയിരിക്കില്ല, ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള എറർ ആയിരിക്കും. സോ അങ്ങനെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള എറേഴ്സും നെഗ്ലിജിബിൾ അല്ലാത്ത എറേഴ്സും ഉണ്ട്. നെറ്റ്വർക്ക് 3 എന്ന് പറയുന്നത് നോക്കിയ 306 മില്ലി സെക്കൻഡിലാണ് നമ്മുടെ പേജ് റിസർച്ച് എന്ന് പറയുന്ന സൈറ്റ് റീലോഡ് ആവുന്നത്. സോ അത് വൺ ഓഫ് ദ റീസൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ പ്ലെയർ JS എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ക്രിപ്റ്റിൽ നമ്മുടെ സൈറ്റിൻ്റെ ഈ ബട്ടൺ വർക്ക് ആവുന്നില്ല. അതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് നിൽക്കുമ്പോൾ ഇത് സൗണ്ട് ചെയ്യുന്നില്ല. ആ പ്ലേ ബട്ടൺ വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. 3770 മില്ലി സെക്കൻഡ് ട്രൈ ചെയ്തു, പക്ഷെ അത് വർക്ക് ആവുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അക്സസിബിലിറ്റി സ്കോർ കൂട്ടാൻ പറ്റും. പിന്നെ മെയിൻ ത്രെഡ് എന്ന് പറയുന്നത് സ്റ്റൈൽ ലേഔട്ട്, ബാക്കി ഗാർബേജ് റിഡക്ഷൻ, നമ്മൾ യൂസ് ചെയ്യാണ്ട് എന്തെങ്കിലും ഇമേജസോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇതിന് കിടക്കുന്നത്. സോ ഇതെല്ലാം നെഗ്ലിജിബിൾ ആയിട്ടുള്ള സാധനമാണ്. അക്സസിബിലിറ്റി എന്ന് പറയുന്നതും പെർഫോമൻസ് എന്ന് പറയുന്നതും ഡിജിറ്റൽ മാർക്കറ്ററിനെ സംബന്ധിച്ചിടത്തോളം നെഗ്ലിജിബിൾ ആണ്. പക്ഷേ അത് സൈറ്റ് ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. 50% മേലെ അക്സസിബിലിറ്റിയും 75% മേലെ പെർഫോമൻസും ഉണ്ടെങ്കിലാണ് നല്ലൊരു വെബ്സൈറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇത് 64 ആളും നമ്മൾ ഈ സാധനത്തിന് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 80 അബവ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകളിലോ ലാസ്റ്റ് ക്ലാസ്സുകളിലോ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ലൈറ്റ് ഹൗസ് എന്താണെന്ന് മനസ്സിലായാൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടണം. നിങ്ങളുടെ പേഴ്സണൽ സൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റോ എടുത്ത് നിങ്ങൾ ടെസ്റ്റും ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഗൈസ്.